അങ്ങനെ ഊട്ടിയിൽ നിന്നും ഞങ്ങൾ മൂന്നാറെത്തി. ഏകദേശം സമയം എത്ര മണിയായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും? 9 മണിയോളമായി. ഞങ്ങൾ 2 റൂം എടുത്തു. അതായത് ഇതേ ടൈപ്പിലുള്ള 2 റൂം, ഒന്ന് മുകളിലാണ്. എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുണ്ട് മറ്റേ റൂമിന്. ഈ 2 റൂമിനും കൂടെ 4300 രൂപയുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഊട്ടിയേക്കായാലും ഒരുപാട് പൈസ ലാഭം ഇവിടെയാണ് കേട്ടോ, എന്ത് പറഞ്ഞാലും. എന്തായാലും അത്യാവശ്യം തെറ്റില്ലല്ലേ, നല്ല നല്ല റൂമ്, ടോയ്ലറ്റൊക്കെ നല്ല ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ, ടി വി കാര്യങ്ങൾ, തുണിയൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുന്നത്, അത്യാവശ്യം എന്തെങ്കിലും എഴുതാനോ എടുക്കാനോ ഉള്ള കാര്യങ്ങളുണ്ട്, അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവിടെ വെള്ളവും കെറ്റിലും കപ്പും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. രാത്രി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് പോയി ഞങ്ങൾ കഴിക്കട്ടെ. കാണുമായിരിക്കും. ഞങ്ങളിപ്പോൾ റൂം എടുത്തിരിക്കുന്നു പറയുന്നത് നമ്മുടെ മൂന്നാർ സിറ്റിയിൽ തന്നെ ഒരു KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമില്ല. നല്ല റൂമാണ് പറഞ്ഞല്ലോ, നല്ല റൂമാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ. മൂന്നാർ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ. അപ്പോൾ നാളെ ഒരൊറ്റ ദിവസത്തെ കറക്കമേ ഉള്ളൂ. നാളെ എന്തായാലും ഒരു രാത്രിയോട് കൂടി ഇനി എത്ര ഇരുട്ടിയാലും ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3-4 ദിവസമായി. അതുകൊണ്ട് ഞാൻ അത് പറയാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ടോബി കുഞ്ഞിനെ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ എന്താ പറയുക, ടോബി കുഞ്ഞിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള പെറ്റ്സിനെയൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഏതെങ്കിലും പെറ്റ് കെയർ സെൻറ്ററിൽ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അടൂര് പന്തളം ഏരിയയാണ്. അപ്പോൾ പന്തളത്ത് നോക്കിയിട്ട് ഇല്ലായിരുന്നില്ലേ, അങ്ങനെ പിന്നെ അടൂര് വടക്കടത്ത് കാവിൽ. അയ്യോ, ആ കടയുടെ പേര് ഞാൻ മറന്നു. റെഡ് പെറ്റ്. അത് തന്നെ, റെഡ് പെറ്റ്. ഇപ്പം അവിടെ ഒരു ദിവസത്തേക്ക് അവർ റേറ്റ് എന്ന് പറയുന്നത് 650 രൂപയാണ് കേട്ടോ. എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എന്നായിരുന്നു നമ്മൾ ടോബിയെ ഒരു ടൂറിന് പോയപ്പോൾ ഞങ്ങൾ അന്ന് 3-4 ദിവസം അവിടെ നിർത്തിയായിരുന്നു. അന്ന് 500 രൂപയായിരുന്നു. ഇപ്പോൾ ചാർജ് കൂടി, വർഷങ്ങളുമായി. ഇപ്പോൾ 650 പിന്നെ അവരെന്തെങ്കിലും കുറയ്ക്കാമെന്ന് പറഞ്ഞു. ഇനി എന്തോ കുറയ്ക്കുമെന്നുള്ളത് അറിയാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ആ കടയും കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ട് കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം. ഒന്ന് കണ്ടു നോക്കുക. താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ ഫോൺ നമ്പർ അതിനകത്ത് ഓൾറെഡി ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ എന്താ പറയുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നെങ്കിൽ ഓക്കെ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. ഇന്നലെ ഒരു രാത്രിയോട് കൂടി ഊട്ടിയിൽ നിന്ന് നേരെ ഞങ്ങൾ മൂന്നാറിലെത്തി. അപ്പോൾ ഇവിടെ 1-2 സ്ഥലങ്ങളിങ്ങനെ കാണാനും വേണ്ടി ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിലായാലും ക്യാമറയിലായാലും കാണുന്നൊരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ, ഇവിടെ മണിക്കൂറുകളോളം നമുക്ക് നിൽക്കാൻ തോന്നും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കണ്ട് ഇവിടെ നിന്നോ എനിക്ക് തോന്നുന്നു മണ്ണൊക്കെ ഇടിഞ്ഞ് റോഡിലെല്ലാം വീണതാണ്. പണ്ടത്തെ ആ പ്രളയ സമയത്തെങ്ങാനും വീണതാണോ എന്തായാലും അറിയാൻ വയ്യ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. താഴെ ഒരു പാർക്ക് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് അവിടെ കണ്ടോ, അവിടെ ആൾക്കാർക്ക് എൻ്റെ മുകളിലൊക്കെ പോയി ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഫ്രീ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ അടിപൊളി റിസോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ, ആരുടെയാണെന്ന് അറിയാൻ വയ്യ. എന്തായാലും നല്ല സൂപ്പർ കാഴ്ച കേട്ടോ ഇവിടെ നിന്നുള്ളത്. ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ് മൂന്നാർ. കണ്ടോ, എന്താ പറയുക, മൂന്നാറിലെ യാത്രകളെല്ലാം കാഴ്ചകളുമൊക്കെ അതിഗംഭീരമായ കാഴ്ചകളാണ്. ഞങ്ങളിങ്ങോട്ട് വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്താ രസം കാണുന്നത്. ഞാനീ നിൽക്കുന്ന ഒരു ഏരിയ നിന്നിട്ട് ഇങ്ങനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് നോക്കി. ഇപ്പോൾ മൂന്നാർ, എനിക്ക് തോന്നുന്നു മൂന്നാർ ഇവിടെ പ്രത്യേകിച്ച് ചൂട് തണുപ്പൊന്നും പറയാനില്ല. ഏത് സീസണിൽ നിങ്ങൾക്ക് വരാം. ഇത്തരത്തിലുള്ള ഇതുപോലുള്ള കാഴ്ചകൾ യഥേഷ്ടം കാണാം. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരു ഗ്രാമമുണ്ട്, എന്തോ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ അത്യാവശ്യം ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് മൊത്തത്തിലൊന്ന് നോക്കിയേ, ഇതെല്ലാം തേയില തോട്ടങ്ങളാണ്. മൊത്തം തേയിലത്തോട്ടങ്ങൾ കണ്ടോ, ആ ഒരു മല മൊത്തവും തേയിലത്തോട്ടം. ഇനി ഇത് മാത്രമല്ല, ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് നേരെ പുറകോട്ട് നോക്കി ഇവിടെ കംപ്ലീറ്റ് തേയിലത്തോട്ടം. ആഹാ,
ഇതാണ് ഒരു വ്യൂ പോയിൻ്റ്, മൂന്നാറിലെ വ്യൂ പോയിൻ്റ്. ഇവിടെ നോക്കിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവിടെ ഇറങ്ങുന്നവർ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ മൂന്നാർ നിന്നിട്ട് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്ന ഒരു റോഡാണ്, അതായത് തേനി റോഡ്. ഈ വരുന്ന ആ റോഡിൽ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. മൂന്നാർ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കണ്ടുള്ളൂ, കാരണം ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറേ മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ അത്യാവശ്യം ഏരിയയിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിർത്തിയത് കാണിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പേര് വന്ന് വീഡിയോ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്ട് ഈ ഒരു തേയിലത്തോട്ടത്തിനുള്ളിലേക്ക് നമുക്കൊന്ന് കയറാം, ഇത് കാണിച്ചു തരാം. വന്നേ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കൂടെ കയറുന്ന ക്യാമറ പോരട്ടെ, കൂടെ പോരട്ടെ. കാണിച്ചു തരാം കേട്ടോ. അതായത് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. അവിടെ ദാണ്ട് ഇവിടെ അവർ ലിജിയും മക്കളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കൈവരി ഇട്ടേക്കുന്നത് കാരണം അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതേ മുകളിലേക്ക് ആളുകൾ പോകുന്ന റോഡാത്, ആൾക്കാർ ദൂരെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് മേപ്പോട്ട് കയറി നിൽക്കാം, ഒന്ന് കണ്ടു നോക്കാം. നല്ല രസമാണ്. അങ്ങനെ ക്യാമറയും പോരട്ടെ, കൂടെ പോരട്ടെ. മുകളിലോട്ട് നോക്കി ഇങ്ങോട്ട് ഞാൻ അവരെ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ആ സൈഡിലോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നോക്കി നിങ്ങൾ, എന്തോ ഭംഗിയാന്ന് നോക്ക്. ഞാനിപ്പോൾ കയറി നിൽക്കുന്നത് കേവലം നമ്മുടെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു കോർണറിലാണ് ഞാൻ നിൽക്കുന്നത്. ബാക്കി അങ്ങോട്ട് നോക്കി നിങ്ങൾ. പിന്നെ ഈ ഏരിയയിൽ ഞാൻ ഡ്രോൺ വിഷനിലൂടെ എടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിൽ. മൂന്നാറിനെ സംബന്ധിച്ച് ഏത് കാലാവസ്ഥ വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു വലിയ ചൂടൊന്നുമില്ല. ഇവിടെല്ലാം നല്ല നേരത്തെ മഞ്ഞും ഒക്കെ ഇറങ്ങി ഇലകളൊക്കെ നനഞ്ഞ്. പിന്നൊരു കാര്യം, ഇവിടെ കയറി വരുന്നവരാരും നാശമൊന്നും കാണിക്കരുത്. ഞാൻ കണ്ട അവിടെ ആൾക്കാർ ഇലയൊക്കെ പറിച്ചിട്ടേക്കുന്നത്. ഇവിടെ വന്ന് കാണുക, ഇതിൻ്റെ ഇലകളൊന്നും നുള്ളാനും ഒന്നും ഉള്ള പരിപാടിക്ക് പോകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഭംഗിയുടെ ഒരു ഭാഗമാണെങ്കിൽ പോലും നമ്മൾ ഓർക്കേണ്ടത് ഇതവരുടെ ഒരു ജീവിത മാർഗം കൂടെ, അത് ഓർമ്മയിരിക്കണം. അതുകൊണ്ട് ഇതിനകത്ത് കാണാൻ പോകുന്ന ആൾക്കാർ ദയവായിട്ട് എന്താ പറയുക, ഇതിലെങ്ങും നുള്ളി എടുത്ത് ഇലകളൊന്നും പിച്ചിയെടുത്തൊന്നും നശിപ്പിക്കരുത്. ഇഷ്ടം പോലെ ആൾക്കാരോട് ഒന്ന് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ. ഈ പെണ്ണുങ്ങള് തോട്ടെ എല്ലാവരും എൻജോയ് ചെയ്യാൻ വന്നില്ല. കരച്ചൊക്കെ വേണം. അങ്ങോട്ട് പോകണേ, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. നമ്മൾ കോടയിലോട്ട് പോകും. പകുതിയോളം നമുക്ക് കോട കയറി കണ്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഒരു ബാരിക്കേഡുണ്ട്, ബാരിക്കേഡിന് അപ്പുറത്ത് കയറിയാലേ കാണാൻ പറ്റും. അയ്യോ ഈശ്വര, അയ്യോ അടിപൊളി. അയ്യോ നോക്കിയേ, നീ പറഞ്ഞ അടിപൊളിയാക്കിട്ടല്ലോ. കണ്ടോ ആൾക്കാർ, ബൈക്കുകാർക്ക് ഏറ്റവും അടിപൊളി എന്താ അറിയോ, അവരാണിങ്ങനെ നമുക്ക് ഒരുപോലൊക്കെ തോന്നും. പക്ഷെ സ്ഥലങ്ങളല്ല. കുളുക്കുമല, സൂര്യനെല്ലി, പൂപ്പാറ, തേനി, കുളുക്കുമല കഴിയും. കുളുക്കുമല 32 കിലോമീറ്റർ കണ്ട പുള്ളിക്കാരൻ പറഞ്ഞു. ചോർമ്മയുണ്ട്. നോക്കാം, പാറ നോക്കാം. എന്തോ അടിപൊളിയാന്ന് നോക്കി. ഒരു അമ്പലം ഉണ്ടല്ലോ, ഇവിടെ അമ്പലം. നല്ലൊരു അമ്പലം.
തിരിച്ചങ്ങ് പോകും. ഞാൻ ഒരു ഉമ്മ തേക്കടിയിലാണ്. തേക്കടിയിൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2-3 ഓപ്ഷനിലാണ് ട്രിപ്പ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നമുക്ക് ജീപ്പിൽ ഇവിടെ കുറേ ഓഫ് റോഡ് മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇപ്പോഴത്തെ നിലവിൽ 2500 രൂപ മുതലാണ് അവർ റേറ്റ് പറയുന്നത്. പിന്നെ നമുക്ക് സർക്കാരിൻ്റെ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ടുള്ളത് ഒന്ന് എന്താ പറയുന്നത്, നമ്മുടെ ബോട്ടിംഗ് ഉണ്ട്. പക്ഷേ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കണം. അങ്ങനെയാണ് എന്നെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബസ്സുകളുണ്ട്. ഇവിടെ ബസ്സുകൾ, ഈ കിടക്കുന്ന ബസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഈ ബസ് എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40 രൂപ കൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഈ ഒരു യാത്രയിൽ എനിക്ക് വന്ന് ടിക്കറ്റ് എടുക്കുന്ന ഞാൻ പറഞ്ഞില്ലോ, വേറൊരു ഏരിയയിലാണ്, എൻ്റെ കൗണ്ടറിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതുവഴിയാണ് യാത്ര ചെയ്യേണ്ടത്. ഒരുപക്ഷെ ബോട്ടിങ്ങിന് താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ ഇറങ്ങി നമ്മൾ തിരക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. ബോട്ടിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ലാത്തവർക്ക് ഈ ബസ്സിലൊന്ന് യാത്ര ചെയ്യാം. കുറച്ച് ഇതിൻ്റെ വനത്തിനുള്ളിലൂടെയൊക്കെ അവരൊന്ന് കറക്കി കൊണ്ടുവരും, കുറേ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതിനെന്തായാലും പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. പിന്നെ ഒരു കാര്യം കൊണ്ട് ഓർക്കുക, ബോട്ടിങ്ങിന് വരുന്ന ആൾക്കാർ 3:30 വരെ സമയമുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വേണം. 3:30, അതിനുശേഷം പിന്നെ കിട്ടത്തില്ല. ഈ ബസ് സർവീസ് എന്ന് പറയുന്നത് 5 മണി 5:30 വരെ കണ്ടിട്ടില്ല, 5 മണിയുണ്ട്. പക്ഷേ പുറത്തോട്ടുള്ള ജീപ്പ് സഫാരി 6 മണി വരെയുണ്ട്. ഓക്കെ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ തേക്കടിയിൽ. അതെ, ഞങ്ങൾ സത്യത്തിൽ തേക്കടിയിലോട്ട് പറഞ്ഞൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ കറങ്ങി വരിക. അപ്പോൾ എന്തായാലും ഇതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഈ കാഴ്ച. അങ്ങനെ ഞങ്ങൾ ബസ്സിനുള്ളിൽ കയറി. ബസ് നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. വിദേശികളും സ്വദേശികളും ഒക്കെ ഇഷ്ടം പോലുണ്ട്. നല്ല ചൂടുമുണ്ട് കേട്ടോ. ഇത് വണ്ടി ഓടി തുടങ്ങിയപ്പോൾ ഒരു സമാധാനമുണ്ട്. അവർ പറഞ്ഞത് കുറച്ച് ദൂരം നമ്മൾ സാധാ റോഡിലൂടെ പോയതിനു ശേഷം പിന്നെ വനത്തിൻ്റെ ഉള്ളിലൂടെ പോകുമെന്നാണ് പറഞ്ഞത്, പെരിയാർ വനങ്ങളിലൂടെ. അപ്പം അത് തന്നെ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കട്ടെ, കാഴ്ചകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരും. ഓക്കെ, പിന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചാർജും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ബോട്ടിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തേ വരാവൂ. അല്ലാതെ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയാൽ കിട്ടത്തില്ല. ഫോറസ്റ്റിൻ്റെ ഈ ഒരു വാഹനം മാത്രമേ അലൗഡ് ഉള്ളൂ പോകുവാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ലഭിക്കും, കാണുവാൻ നോക്കാം. ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു കാലാവസ്ഥയുടെ മാറ്റം കണ്ടോ, നല്ല തണുപ്പ് കേട്ടോ. അതുകൊണ്ട് ആനക്കുഞ്ഞല്ല, മ്ലാവ്. അതുകൊണ്ട് മ്ലാവ്. നേരത്തെ പറഞ്ഞത് ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. അത് ടിക്കറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ താഴോട്ട് പോകണം. ഇവിടെ കാഫേ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നിട്ടാണ് ശരിക്കും ഈ ഒരു ബോട്ടിങ്. വെള്ളം തീരെ കുറവാണ്. ഓക്കെ, അപ്പം ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാൻ വേണ്ടി. തൽക്കാലം ഞങ്ങൾ ഇവിടെ വരെ നിൽക്കുന്നുള്ളൂ, അങ്ങോട്ട് പോകുന്നില്ല. അതെ, ഇഷ്ടംപോലെ കരിങ്കരമുണ്ട് കേട്ടോ. ആ ഒരു മരത്തിൻ്റെ മുകളിൽ അത് കാണിച്ചു തരാം. പിന്നെ താഴോട്ടുള്ള കുറച്ച് വ്യൂ കൂടെ കാണിച്ചു തരാം. നമുക്ക് താഴോട്ട് പോകാം. ഇപ്പോൾ തേക്കടിക്ക് ബോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതാണ് അവസ്ഥ. വെള്ളം തീരെ കുറവാണ് കേട്ടോ, വെള്ളം തീരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുവാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേണ്ടി ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ ആ ഭാഗത്ത് നിൽപ്പുണ്ട് മ്ലാവ്. ഇത് മ്ലാവാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇത് കാട്ടിയാണ് ശരിയാണ്. പിന്നെ ഇത് കണ്ടോ ബോട്ടിൻ്റെ അവസ്ഥ, വെള്ളത്തിൻ്റെ അവസ്ഥ. ബോട്ടിൽ ആൾക്കാർ വന്നിട്ടില്ല, ഇപ്പോൾ വരും. പക്ഷേ വെള്ളം തീരെ കുറവാണ് കേട്ടോ, വെള്ളം തീരെ കുറവാണ്. അതുപോലെ തന്നെ വേറെ കാര്യം നിങ്ങളെ കാണിച്ചു തരാം. അല്ലേ, ഈ ഒരു മരത്തേൽ എത്രമാത്രം കരിങ്കുരങ്ങായിരിക്കുന്നുണ്ടോ, ഫാമിലിയായിട്ട് ഇതായിരിക്കുന്നു. കുറേ കരിങ്കുരങ്ങ് കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. അത് ഈ ഒരു മരത്തെ മാത്രമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്കി,
ഇവിടെ പണ്ട് അപകടം നടന്ന എത്ര പേര് മരിച്ചത് സത്യം. ഈ തടാകത്തിൽ. ഇവിടെ ഇതിൻ്റെ എല്ലാം പ്രത്യേകിച്ച് ഇവരുടെ ട്രൈബലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ, പിന്നെ എന്താ പറയുക, ട്രെക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് അഡീഷണലായിട്ട് എന്താ പറയുക ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് കൂടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.